ഒരു നിക്ഷേപ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങളിൽ നിന്നെല്ലാം നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ഇതുവരെയും പൈസകൾ പല പ്രാവശ്യം ചോദിച്ചിട്ടും തരാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സംഘത്തിനെ സംബന്ധിച്ച് 2023 മുതൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയും ആ കാലഘട്ടത്തിലുമൊക്കെ അദ്ദേഹം നടന്ന് പൈസകൾ വാങ്ങുകയും ഒരു സഹകരണ സംഘത്തിൻ്റെ പേരിൽ നിക്ഷേപങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും അതിലേക്ക് നിക്ഷേപങ്ങൾ കൊടുത്തത്. അപ്പോൾ അങ്ങനെ കൊടുത്ത പൈസയാണ് അദ്ദേഹം ഏകദേശം പൈസകളൊക്കെ ഏകദേശം 5 കോടിയോളം രൂപ അദ്ദേഹം നമുക്ക് നിക്ഷേപകർക്ക് കൊടുക്കാനുണ്ട്. അതിൽ 3 കോടിയോളം രൂപ നിക്ഷേപ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചു. അത് വന്ന് ഞങ്ങൾ ഒപ്പിട്ട ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതെല്ലാം വെച്ച് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2023 ആയപ്പോഴും അദ്ദേഹത്തിനെ സംബന്ധിച്ച് ആ ബാങ്കിൻ്റെ തന്നെ സെക്രട്ടറി ഒരു പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹിയറിങ്ങിന് സഹകരണ നിയമം 66 അനുസരിച്ച് അന്വേഷണം നടത്തുകയും ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ജോയിൻറ്റ് രജിസ്ട്രാർ ഓഫീസിൽ ഹിയറിങ്ങിന് വിളിച്ചപ്പോൾ 7-ാം തീയതി ഹിയറിങ്ങിന് വിളിക്കുന്നു. ഇദ്ദേഹം 5-ാം തീയതി തന്നെ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ബോർഡിന് ഭൂരിപക്ഷമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് വേണ്ടി ശുപാർശ ചെയ്തതിന് ശേഷം അദ്ദേഹം രാജിവെച്ച് ഒളിച്ചോടുകയാണ് ഉണ്ടായത്. എന്നിട്ട് ഒരു CPI നേതാവായ വിദില റഷീദ് എന്ന് പറയുന്ന അദ്ദേഹത്തിനെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനറായി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റി ഏൽപ്പിച്ചിട്ട് ഇദ്ദേഹം വീട്ടിൽ ഒളിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം നിക്ഷേപകർ പൈസയ്ക്ക് വേണ്ടി ചെല്ലുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഏൽപ്പിച്ചിട്ടുണ്ട്, എനിക്ക് ബാങ്കുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ് മാറുകയും അങ്ങനെ നിക്ഷേപകരെല്ലാം കൂടെ കൂടിച്ചേർന്ന് സമീപിച്ചപ്പോഴാണ് ഇദ്ദേഹം ഇങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി നിയമിച്ചിട്ട് ഒളിച്ചോടിയ കാര്യം ഞങ്ങൾ തന്നെ അറിയുന്നത്. അതിനുശേഷം ഞങ്ങൾ 15/7/2024 ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രിക്കും തിരുവനന്തപുരം ജോയിൻറ്റ് രജിസ്ട്രാർക്കും നെടുമങ്ങാട് താലൂക്കിലെ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർക്കും ഒക്കെ പരാതികൾ കൊടുത്തു. ആ പരാതിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ സഹകരണ നിയമം 68(1) അനുസരിച്ച് അന്വേഷണം നടക്കുകയും ആ അന്വേഷണ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ഏകദേശം 2018 ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ 1,34 ലക്ഷം രൂപ ബാങ്കിന് അപ്പോൾ നഷ്ടമുണ്ട്. ആ നഷ്ടത്തിലെന്ന് പറയുന്നത് 87 ലക്ഷത്തോളം രൂപ പ്രസിഡൻറ്റും ബോർഡ് മെമ്പർമാരും അടയ്ക്കാനുള്ളതും സെക്രട്ടറി ശരണ്യ എന്ന് പറയുന്ന സെക്രട്ടറി ഏകദേശം 1 കോടിയോളം രൂപ പണ അപകടം നടത്തിയതായും ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പരാതികൾ പല പ്രാവശ്യം പല ഡിപ്പാർട്ട്മെൻറ്റിലുമൊക്കെ കൊടുത്തിട്ടും യാതൊരു വിധമായ നടപടികൾ സ്വീകരിക്കുന്നില്ല, ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട്. അങ്ങനെ 15/7 സഹകരണ വകുപ്പ് മന്ത്രിക്ക് കൊടുക്കുകയും 17/7/2024 വിദിര പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെയുള്ള കോൺഗ്രസിൻ്റെ മണ്ഡലം ഭാരവാഹികളായിട്ടുള്ള നേതാക്കന്മാരെയും വിളിച്ചുകൊണ്ട് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ വരികയും എനിക്ക് അബദ്ധം പറ്റിയതാണ്, ഇങ്ങനെ സംഭവിച്ചു പോയി, ഞാൻ നിങ്ങളുടെ പൈസ എപ്പോഴായാലും തരും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കാലാവധി തരണം എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്തു, ഇലക്ഷൻ വേണ്ടി ഇദ്ദേഹം 2 മാസത്തെ ഇലക്ഷൻ നടത്താമെന്ന് സമ്മതിക്കുകയും ആ ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റ് സമീപിച്ചപ്പം JR പറഞ്ഞ് നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയതുകൊണ്ട് നിങ്ങൾ ഇനി തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് നിക്ഷേപകർ പറയുകയാണെങ്കിൽ നിങ്ങളെ തിരഞ്ഞെടുപ്പ് നടത്താമെന്ന് സമ്മതിക്കുകയും അങ്ങനെ ഞങ്ങളുടെ ഒരു സമ്മതത്തോടു കൂടി അപ്പോൾ വീണ്ടും അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി മണ്ഡല ഭാരവാഹികളും ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരെ എല്ലാം കൂടെ ഞങ്ങളെ സമീപിച്ചു. നിങ്ങൾക്ക് പൈസ കിട്ടുന്നില്ലേ, കോടതിയിലൊക്കെ പോയി കഴിഞ്ഞ സമയത്ത് പൈസ കിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ഒന്ന് സഹകരിച്ചാൽ അദ്ദേഹം പൈസ തരാമെന്ന് പറയുകയില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതും വിശ്വസിച്ചു. വീണ്ടും അദ്ദേഹത്തിന് അവസരം കൊടുത്തു. ഒരു തിരഞ്ഞെടുപ്പ് നടത്തി ഡിസംബർ 15-ആം തീയതി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. 13 പേരുള്ള ഒരു ഭരണസമിതിയിൽ അദ്ദേഹത്തിന് 10 പേരെ നിർത്താൻ കഴിഞ്ഞുള്ളൂ. അദ്ദേഹം പറഞ്ഞാൽ കേൾക്കുന്ന കുറേ ഒരു ബോധമില്ലാത്ത കുറേ ആളുകളെയാണ് അവിടെ ഭരണസമിതിയിലേക്ക് എടുക്കുന്നത്. അങ്ങനെ അവർ അധികാരത്തിൽ വരികയും അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾ സമീപിച്ചപ്പോൾ 2-3 ആഴ്ച വരെ ഉരുണ്ട് പറഞ്ഞ് കളിക്കുകയും അതിനുശേഷം അദ്ദേഹം വന്നിട്ട് ഞങ്ങൾക്കൊരു എഗ്രിമെൻറ്റ് തന്നു. 3 മാസത്തിനകം 20% പൈസയും, അടുത്ത 3 മാസത്തിനകത്ത് 25% പൈസയും, അടുത്ത 3 മാസത്തിനകത്ത് 25% പൈസയും, അടുത്ത 3 മാസത്തിനകത്ത് 30% പൈസയും പലിശ ഉൾപ്പെടെ ഞങ്ങൾക്ക് തരാമെന്ന് ഈ അവിടുത്തെ കോൺഗ്രസിൻ്റെ മണ്ഡല ഭാരവാഹികളും ഈ പ്രസിഡൻറ്റും ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ് ഞങ്ങൾ വിശ്വസിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വീണ്ടും കാലാവധി കൊടുത്തു. ഇന്ന് ഏകദേശം 1 വർഷം കഴിഞ്ഞു, ഇതുവരെയും ഒരു പൈസ പോലും അദ്ദേഹം തന്നിട്ടില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസുകളെല്ലാം ഞാൻ നിങ്ങളുടെ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്.
അദ്ദേഹം സഹകരണ ബാങ്ക് നടത്തുന്ന 25 വർഷമായി അദ്ദേഹമാണ് ആ ബാങ്കിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അതിനകത്ത് വേറെ ആരും ഇതുവരെ പ്രസിഡൻ്റായിട്ട് വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സിൽബന്ധികളായ കുറേ യാതൊരു ബോധവും ഇല്ലാത്ത കുറേ ആളുകളാണ് ബോർഡ് മെമ്പർമായിട്ട് വെച്ചേക്കുന്നത്. സഹകരണ നിയമങ്ങളോ ഒന്നും തന്നെ പാലിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം നിയമങ്ങൾ നടത്തുകയും ആളുകൾക്ക് ഇതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സഹകരണ 68(1) അനുസരിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടിൽ ഭരണസമിതിയിലെ മേൽനോട്ടത്തിലെ കാര്യക്ഷമത ഇല്ലായ്മ, സംഘത്തിൽ ആവശ്യത്തിന് അധിക ജീവനക്കാരെ നിയമിക്കുക, നിക്ഷേപങ്ങൾക്ക് അധിക പലിശ നൽകുക, തസ്തിക അനുവാദമില്ലാതെ ജീവനക്കാരെ നിയമിക്കുക, സഹകരണ നിയമങ്ങളും ഉപനിബന്ധനകളും അംഗീകരിക്കാതെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുവാദമില്ലാതെയും മതിയായ ജാമ്യവസ്തുക്കൾ ഇല്ലാതെ വായ്പകളും MDS അഡ്വാൻസുകൾ നൽകിയതിലൂടെ സംഘത്തിന് 5 കോടിയോളം രൂപ നഷ്ടമുണ്ടായിട്ടുണ്ട്. ആയതിന് സഹകരണ നിയമം അനുസരിച്ച് പ്രസിഡന്റ്, സെക്രട്ടറി, ഭരണസമിതി അംഗങ്ങൾ എന്നിവർ ഉത്തരവാദിയാണെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും 2018 ഓഡിറ്റ് പ്രകാരം ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് 87,46,181 രൂപ സംഘത്തിൽ ഈടാക്കാനുണ്ടെന്നും 2017 മുതൽ സംഘത്തിൻ്റെ MDS കണക്കുകളിൽ ഗുരുതരമായ ക്രമക്കേടും വ്യാപകമായ പണ അപകരണവും നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ സഹകരണ നിയമം 65 പ്രകാരം അന്വേഷണത്തിൽ ബാങ്ക് MDS മുടക്ക ചിറ്റാളന്മാരുടെ പേരിൽ വ്യാജ വൗച്ചർ വഴി പണം അപഹരിച്ചത് വഴി 77,99,421 രൂപയും ബാങ്ക് സെക്രട്ടറിയായ ശ്രീമതി ശരണ്യയുടെ ബന്ധുക്കളുടെ SB അക്കൗണ്ടിലൂടെ. അപ്പോൾ ഇങ്ങനെ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് പിന്നെ അതിനുശേഷം അവിടെ സംഘത്തിൻ്റെ പേരിൽ ഒരു 5 സെൻറ്റ് വസ്തു ഉണ്ടായിരുന്നു. അത് വാങ്ങിയതിൽ തന്നെ ഏകദേശം 22 ലക്ഷം രൂപയ്ക്ക് വാങ്ങുകയും 30 ലക്ഷം രൂപയ്ക്ക് ആധാരം കാണിക്കുകയും ചെയ്ത് ഏകദേശം 8 ലക്ഷം രൂപ വരെ പ്രസൻറ്റ് തിരിമറി നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വസ്തുക്കൾ പിന്നീട് ഇതിനിടയ്ക്ക് തന്നെ അദ്ദേഹം അത് വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാം വ്യാജമായി വാങ്ങിച്ച് സഹകരണത്തിന് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അനുവാദമില്ലാതെ ഒരു സംഘത്തിൻ്റെ പേരിലുള്ള വസ്തു വിൽക്കുന്നതിനാണെങ്കിൽ ചില നിയമങ്ങളുണ്ട്. ആ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അനുവാദം വാങ്ങിയിട്ട് മാത്രം വിൽക്കാവൂ. അതൊന്നും വിൽക്കാതെ തന്നെ അദ്ദേഹം ആ വസ്തു ഇപ്പോൾ എല്ലാം പൂർണ്ണമായി 5 സെൻറ്റും 2 പേർക്ക് 2.5 സെൻറ്റ് വെച്ച് 15 ലക്ഷം രൂപയ്ക്ക് വെച്ച് വിൽക്കുകയുണ്ടായി. ആ പരാതിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ ഈ അന്ന് 2018-19 കാലത്തിൽ ഓഡിറ്റ് പ്രകാരമാണ് ഏകദേശം 1,87 ലക്ഷം രൂപയുടെ നഷ്ടം ബാങ്കിനുണ്ടായത്. രണ്ടാമത് 21-22 ഓഡിറ്റ് റിപ്പോർട്ട് വന്നപ്പോൾ ശരണ്യ മാത്രം, അതായത് ബാങ്കിൻ്റെ സെക്രട്ടറി മാത്രം 1,63 ലക്ഷം രൂപ ശരണ്യയും ശരണ്യയുടെ ബന്ധുക്കളും, അമ്മ, അച്ഛൻ, ഭാര്യ, ഭർത്താവ്, ഭാര്യ, സഹോദരൻ തുടങ്ങിയുള്ള ആളുകളുടെ ബന്ധുക്കളുടെ പേരിന് എല്ലാം കൂടി 1,63 ലക്ഷം രൂപ പണ അപഹരണം നടത്തിയതായിട്ട് അന്വേഷണ റിപ്പോർട്ടിൽ വന്നിട്ട് പോലും ഇപ്പോഴവിടെ ബോർഡുണ്ട്, ഭരണസമിതി അംഗങ്ങളുണ്ട്. അവർ ഈ ബോർഡും പുറമെ ഈ ശരണ്യയുടെ പേരിന് ഒരു നിയമ നടപടി സ്വീകരിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഇദ്ദേഹം ഞങ്ങൾ കൊടുത്ത പരാതി എന്ന് പറഞ്ഞാൽ 1-ാം പ്രതി ഈ DCC ജനറൽ സെക്രട്ടറിയായ ശ്രീ CS വിദ്യാസാഗറും 2-ാം പ്രതി ശരണ്യയും മറ്റ് ബോർഡ് മെമ്പർമാരും ഉൾപ്പെടെ ഉള്ളവരുടെ പ്രതിയേർത്താണ് കേസ് കൊടുത്തിട്ടുള്ളത്. ആ കേസിലെ 1-ാം പ്രതി തന്നെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലൊക്കെ ഞങ്ങൾ എവിടെ പരാതി കൊടുക്കുന്നോ അതിൻ്റെ പുറകെ അദ്ദേഹവും പോകുന്നുണ്ട്. ഞങ്ങൾ SP-ക്ക് പരാതി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പറ്റി അദ്ദേഹവും കൊണ്ട് പരാതി കൊടുക്കും. DYSP-ക്ക് പരാതി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പുറകെ അദ്ദേഹം പരാതി കൊടുക്കും. ഇപ്പം ഞങ്ങൾ കാൾ വിത്ത് മീ, ചീഫ് മിനിസ്റ്ററുടെ ഒരു കാൾ വിത്ത് മീ ഇതിൽ പരാതി കൊടുത്തു. അതിൻ്റെ പേരിൽ അന്വേഷണം വന്നപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന് പരാതി കൊടുത്തിരിക്കുകയാണ്. അവരെല്ലാം ഈ പരാതി വാങ്ങിച്ചുകൊണ്ട് ചിരിക്കുകയാണ്. കാരണം 1-ാം പ്രതി തന്നെ ചെന്നപ്പോൾ 2-ാം പ്രതിയുടെ പേരിന് പറയണേ ഞാൻ നിരപരാധിയാണ്, ഞാൻ പൈസയൊന്നും എടുത്തിട്ടില്ല, 2-ാം പ്രതിയാണ് പൈസ എല്ലാം എടുത്തുകൊണ്ട് പോയതെന്ന്. എന്നാൽ എന്ത് ചെയ്യണം, ഈ പ്രസിഡൻറ്റിന്, ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് രാഷ്ട്രീയ സ്വാധീനമുള്ള അദ്ദേഹത്തിന് ഈ സെക്രട്ടറിയുടെ പേരിന് നടപടി നടത്താനോ അവരുടെ പേരിൽ നിന്ന് പൈസ ഈടാക്കാനോ ഒരു നടപടി അദ്ദേഹം സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒരു ദയനീയമായ കഷ്ടമാണ് ഇതിനകത്തുള്ളത്. നാട്ടുകാരുടെ പൈസ വാങ്ങിച്ച് പിരിക്കുകയും സ്വന്തം ചെലവ് ചെയ്യുകയും എന്നിട്ട് ഇതെല്ലാം സംഘത്തിൻ്റെ അറ്റ നഷ്ടത്തിൽ കണക്കാക്കിയിട്ട് ഇതൊന്നും എനിക്ക് ബാധകമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മറ്റോ സജീവമായി നിൽക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിയെടുക്കണമെന്നും അതുപോലെ തന്നെ പോലീസിനെയൊക്കെ സ്വാധീനിച്ച് ഞങ്ങൾക്ക് ഒരു സംശയം എന്ന് പറയുന്നത് ഈ കോടികൾ കട്ടുകൊണ്ട് പോയ പ്രസിഡന്റ് സെക്രട്ടറിയും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. കാര്യം ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് പ്രസിഡന്റ്, സെക്രട്ടറി ഉണ്ട്, ക്ലാർക്കുണ്ട്, ക്യാഷ്യറുണ്ട്, മറ്റ് ജീവനക്കാരുണ്ട്. ഇവരാരും അറിയാതെ സെക്രട്ടറി മാത്രം 1,63 ലക്ഷം രൂപ കള്ള അക്കൗണ്ട് ഭാര്യയുടെയും അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ പേരിൽ കള്ള അക്കൗണ്ട് ഉണ്ടാക്കി പൈസ തട്ടിച്ചുകൊണ്ട് പോയി എന്ന് ഒരു അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാക്കിയതിൽ തന്നെ നമുക്കൊരു ബലമായ ഒരു സംശയമുണ്ട്. അതുകൊണ്ട് ഈ അന്വേഷണ റിപ്പോർട്ട് ഞങ്ങൾ പരാതി കൊടുക്കാൻ പോയാൽ പോലും ഞങ്ങളുടെ പരാതി എടുക്കില്ല. നമ്മൾ പരാതി കൊടുത്താൽ ആദ്യം SHOയും സബ് ഇൻസ്പെക്ടറൊക്കെ പറഞ്ഞത് വലിയ എമൗണ്ട് ഉള്ളവരുടെ കേസുകൾ ആദ്യം രജിസ്റ്റർ ചെയ്യാമെന്നും പിന്നീട് ബാക്കിയുള്ളവരുടെ പേരുകളിൽ കേസെടുക്കാമെന്ന് പറയുകയും
വലിയ അക്കൗണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഏകദേശം ഇദ്ദേഹത്തിന് ഏകദേശം 27 ലക്ഷത്തോളം രൂപയുടെ നിക്ഷേപമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് 348 എന്ന് പറഞ്ഞൊരു ക്രൈം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് കോടതി കൊടുത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ DYSPക്ക് കൊടുത്തപ്പോഴും അതും പറഞ്ഞത് നിങ്ങളുടെ വലിയ കേസുകളൊക്കെ എടുക്കുക, അതിനുശേഷം നിങ്ങളുടെ ചെറിയ നിക്ഷേപമുള്ളവരുടെ 1 ലക്ഷവും 2 ലക്ഷവും 5 ലക്ഷം ഉള്ളവരുടെയൊക്കെ തുകകളൊക്കെ അതിലോട്ട് ആഡ് ചെയ്ത് ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്യാം, എന്നിട്ട് 1 കോടി രൂപയ്ക്ക് മുകളിൽ വരികയാണെങ്കിൽ അത് ക്രൈംബ്രാഞ്ചിന് കൈമാറാം എന്നൊക്കെ പറയുന്നതല്ലാതെ യാതൊരുവിധമായ രീതിയിൽ വിതുര പോലീസ് സ്റ്റേഷനിൽ നിന്ന് SHOയുടെ ഭാഗത്തോ സബ് ഇൻസ്പെക്ടറുടെ ഭാഗത്തു നിന്നോ യാതൊരു നടപടി ഉണ്ടാകുന്നില്ല. ഇക്കഴിഞ്ഞ 10-ാം തീയതി വരെ ഞങ്ങൾ പ്രതീക്ഷിച്ചു. അപ്പോൾ SP കൊടുത്ത CM വിത്ത് കാൾമി അതിൽ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ് 15 ദിവസത്തിനകത്ത് നടപടി ഉണ്ടാവും, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടും കഴിഞ്ഞ 10-ാം തീയതി ആയപ്പോൾ 10-ാം തീയതിക്കകത്ത് കേസ് കൊടുക്കാമെന്ന് പറയുകയും ഞങ്ങളെയൊക്കെ വിളിച്ച് മൊഴികളെടുക്കുകയും ഒക്കെ ചെയ്തു. ഈ മൊഴിയെടുക്കുന്നത് എങ്ങനെ? നിങ്ങൾ എത്ര രൂപ കൊടുത്തു, എവിടെ വെച്ച് കൊടുത്തു, എത്ര രൂപ കൊടുത്തു എന്നുള്ള, അല്ലാതെ നമ്മൾ കാര്യം ഓരോരുത്തരും ഓരോ വ്യത്യസ്തമായ രീതിയിലാണ് പൈസ കൊടുത്തത്. ഞാൻ പൈസ കൊടുത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ വന്ന് പല ദിവസം വീട്ടിൽ കയറി ഇറങ്ങി. അപ്പോൾ ഇദ്ദേഹം ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, ഞങ്ങൾ സുഹൃത്തുക്കളാണ്, അദ്ദേഹം ആയതുകൊണ്ട് ഞാൻ പല പ്രാവശ്യം ഒഴിഞ്ഞു മാറി. കാരണം നമ്മളൊരു പൈസ ഇല്ല കൊടുക്കാൻ, അതുകൊണ്ടില്ല. എന്നിട്ട് ഒരു ദിവസം ഞാൻ ഉച്ചയ്ക്ക് എൻ്റെ ഓഫീസിൽ നിന്ന് ഞാൻ വീട്ടിൽ പോയപ്പോഴും എൻ്റെ പുറകെ അദ്ദേഹം വണ്ടി എടുത്തുകൊണ്ട് വരികയും എന്നെ ഊണ് കഴിക്കാൻ പോലും സമ്മതിക്കാതെ വീട്ടിൽ കയറി ഇരിക്കുകയും ചെയ്ത് അവിടെ ഇരുന്ന് നിർബന്ധമായിട്ട് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് കടമായിട്ട് കൊടുത്തതാണ്. ഞാൻ ബാങ്കിൽ നിക്ഷേപിച്ചതുമല്ല, കടമായി വാങ്ങിച്ചുകൊണ്ട് പൈസയെ പിന്നീട് കിട്ടാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോഴും ഇദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയൊക്കെ പിടിച്ച് പോയപ്പോഴും എനിക്കൊരു രേഖ വേണമല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെ FD ആക്കി മാറ്റി എനിക്ക് സർട്ടിഫിക്കറ്റ് തരികയാണുണ്ടായത്. ഇത് ന്യായത്തിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഈ പൈസ എവിടെ പോയി, ഞാൻ അടച്ച പൈസ എവിടെ പോയി, ഇത്രയും പേര് അടച്ച പൈസ എവിടെ പോയി, ആ സ്ഥാപനത്തിൽ കൊണ്ടുപോയി അടച്ച പൈസയില്ലേ, നമ്മൾ കഷ്ടപ്പെട്ട പൈസയില്ലേ, ചോര നീരാക്കിയ പൈസയില്ലേ, അതെവിടെ പോയി? അത് അവർക്ക് തിരിച്ചു തരാനുള്ള മനസ്സ് അവർക്ക് കാണിക്കുന്നില്ല. ഞാൻ ചെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് എൻ്റെ കയ്യിൽ പൈസയില്ല, ഈ സ്ഥാപനത്തിൽ പൈസ വരുന്നില്ല, പക്ഷെ ഞങ്ങൾ അടച്ച പൈസ എവിടെ പോയി? അതാണ് എനിക്ക് അറിയാനുള്ളത്. ഞാൻ അടച്ച പൈസ എവിടെ പോയി? ഞാൻ കഷ്ടപ്പെട്ട് അടച്ച പൈസ എവിടെ പോയി? എനിക്ക് എത്രയും പെട്ടെന്ന് ആ പൈസ ലഭിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. 3 ലക്ഷം രൂപയുടെ ഒരു ചിട്ടിയാണ് ഞാൻ അടച്ചത്.